Mani Mali, I'm freaking Rajani Haridas. You get it? You better get it. And Shabdu always can use you when I have to use it. Man, what's wrong with you, girl? Who does she think she is, man? വാസ്തവത്തില് ഇപ്പൊ നമ്മുടെ നാട്ടിൽ എന്താ നടക്കുന്നത്? ഈ പേളിമണിക്ക് എന്ത് അധികാരം ഇരിക്കുന്നു ഈ പറഞ്ഞ സിബി മലയിൽ പോലെയുള്ള അദ്ദേഹത്തിനൊക്കെ ഫീൽഡ് ഫിലിം മേക്കർ എന്ന് വിളിക്കാനായിട്ട്, അതായത് അഭിസംബോധന ചെയ്യാനായിട്ട് എന്ത് അദ്ദേഹം അങ്ങനെ ഒരു വ്യക്തിയും കൂടിയല്ല. അദ്ദേഹത്തിന്റെ ഒരു ലെവലൊക്കെ അളക്കാനായിട്ട് ഈ പേളിമണി എന്ന് പറയുന്ന വ്യക്തിക്ക് കഴിയൂ? ഇതിന്റെയൊക്കെ തുടക്കം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്ന പ്രോട്ടസ്റ്റിന്റെ ഭാഗം തന്നെയാണ്. ഇത്രയും ദിവസമായിട്ട് ഇന്ത്യയിൽ നടക്കുന്ന ഈ പ്രോട്ടസ്റ്റിനെ കുറിച്ച് ഒരക്ഷരം ഇതുവരെയും പേളിമാണി സംസാരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ ഈ പറയുന്ന പേളിമാണി എന്ന് പറയുന്ന മോട്ടിവേഷണൽ സ്പീക്കറിനെ ഫോളോ ചെയ്യുന്ന എല്ലാവരും തന്നെ പേളിമാണിയോട് ചോദിക്കാൻ തുടങ്ങി, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇതിനെക്കുറിച്ച് ഒരു അഭിപ്രായം പറയാത്തത്? അവസാനം ഇന്ന് അതിന്റെ അഭിപ്രായം, അതായത് പേളിമാണിയുടെ അഭിപ്രായം പേളിമാണി തന്റെ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തു. അത് വന്നപ്പോഴാണെങ്കിൽ രണ്ട് വെള്ളത്തിൽ കാലിട്ട് നിൽക്കുന്ന രീതിയിലായിരുന്നു പേളിമാണിയുടെ സംസാരം. ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസിന് സങ്കടമായതിന്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പേളിമാണി പറയുന്നത്, നിങ്ങൾ അടങ്ങി ഒതുങ്ങി വീട്ടിലിരിക്കും, ജീവൻ കളഞ്ഞിട്ടൊന്നും വേണ്ട ഈ പ്രക്ഷോഭം എന്നുള്ള രീതിയാണ് ഏറ്റവും കൂടുതൽ ഈ പറയുന്ന സ്റ്റുഡൻസിന്, അതായത് യുവജനങ്ങൾക്ക് ഒരു അടിയേറ്റത്. സോ അതുകൊണ്ട് തന്നെ പേളിമാണിക്കെതിരെ എല്ലാവരും സംസാരിച്ചു തുടങ്ങി. അതേപോലെ തന്നെ നെഗറ്റീവ് സംസാരിക്കുന്നവരെയൊക്കെ പേളിമാണി അവർ ബ്ലോക്ക് ചെയ്യും, ആ കമന്റ് ഡിലീറ്റ് ആക്കും, അങ്ങനെയുള്ള രീതിയിലൊക്കെയായിരുന്നു ഓരോന്നും ചെയ്തു പോയത്. പകരം ഇന്ന് സിബി മലയിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രശസ്ത സിനിമ ഡയറക്ടറാണ്. പുള്ളിക്കാരന്റെ മകൻ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരിയോട് പറഞ്ഞു ഷെയിം ഓൺ യു എന്ന രീതിയിലൊന്നും സംസാരിച്ചു. ജസ്റ്റ് ഒരു മെസ്സേജ് പോലെ ഒന്ന് കൺവേ ചെയ്തു. അതിന് ഈ പറയുന്ന പേളിമാണി വളരെയധികം അഹങ്കാരം, അതായത് ഇപ്പോൾ ഓരോ ഇൻഫ്ലുവൻസേഴ്സിന്റെ മുഖംമൂടി വലിച്ചു കീറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അതേപോലെ തന്നെ ഇന്ന് ഫുള്ളി എക്സ്പോസ്ഡ് ആയി ആര്? പേളിമാണി. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുന്ന ആരെ കുറിച്ചാണ്? ഈ പറയുന്ന പേളിമാണി വിചാരിച്ചിരിക്കുന്നത് സിബി മലയനാണ് ഈ ഒരു പോസ്റ്റിന് ഇട്ടത് എന്നാണ്. പേളിമാണിയോടെ തന്നെ പോയിട്ട് സിബി മലയനെ കുറിച്ചിട്ട് വിമർശിച്ചു. എന്ത് പറഞ്ഞിട്ട്? ഫെയിൽഡ് ഫിലിം മേക്കർ എന്ന് പറഞ്ഞു. അച്ഛനാണെങ്കിലും മകനാണെങ്കിലും പുള്ളിക്കാരി ഉദ്ദേശിച്ചത് സിബി മലയിൽ എന്ന് പറയുന്ന ഫിലിം ഡയറക്ടറിനെ തന്നെയാണ് അല്ലെ. ഈ പറയുന്ന പേളിമാണിനെയും സിബി മലയനെയും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ സിബി മലയുടെ തട്ട് താണ് തന്നെ ഇരിക്കും. സിബി മലയിൽ എന്ന് പറയുന്ന സംവിധായകന്റെ മലയാള സിനിമയിൽ സ്വാധീനം എന്തെന്ന് പോലും അറിയില്ലേ ഈ പറയുന്ന പേളിമാണിക്ക്. പേളിമാണി സിബി മലയലിന് വേണ്ടി കുറിച്ച് ആ പോസ്റ്റ് എന്താണെന്ന് നമുക്ക് അറിയണ്ടേ? എന്നാലും നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഫിലിം മേക്കർ നൗ റൈറ്റിംഗ് എ 10-page സ്ക്രിപ്റ്റ് അബൌട്ട് മൈ 4-page പോസ്റ്റ് ആഡിങ് ചില്ലി പൗഡർ ആൻഡ് അജിനാമോട്ടോ ടു മേക്ക് ഇറ്റ് ആസ് അൺഹെൽത്തി ആസ് പോസിബിൾ. അഹങ്കാരം തലക്ക് പിടിച്ചു കഴിഞ്ഞാൽ ഇതും അല്ല, ഇതിന്റെ അപ്പുറവും സംഭവിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ടെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വലിയൊരു സ്റ്റാറ്റസ് ഉണ്ടെന്ന് വിചാരിച്ചു എന്തും പറയാമെന്നാണ്, അതായത് ആരെക്കുറിച്ചും പറയാമെന്നാണ്. ആ അദ്ദേഹത്തിന്റെ വില എന്താണെന്ന് അറിയാതെയാണ് ഈ പറയുന്ന സിബി എന്നെ കുറിച്ചിട്ട് ഈ പറയുന്ന പേളിമാണി ഇന്ന് വാവിട്ട കോടാലി എന്ന് പറയുന്ന തൊട്ട് കിടന്ന് വിളിച്ചു കൂവി പറഞ്ഞത്. അങ്ങനെയും നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമ്മുടെ സിബി മലയൻ സാറിന് ഒരു ഭയങ്കര വലിയ വിജയം നേടിയ കുറച്ച് സിനിമകളുണ്ട്, അതൊന്നും അത് നമുക്ക് പറഞ്ഞേക്കാം. കിരീടം, ചെങ്കോല്, ഹിസ് ഹൈനസ് അബ്ദുള്ള, ദശരഥം, തനിയാവർത്തനം, പിന്നെ ദേവദൂതൻ എനിക്ക് തോന്നുന്നത് ആ ടൈമില് ഹിറ്റായില്ല, പക്ഷെ അത് റീ റിലീസ് ചെയ്തപ്പോൾ അത് കാണാൻ ഇന്നും ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ ഈവൻ ഞാൻ ഇപ്പോൾ ഈ ദേവദൂതൻ എന്ന് പറഞ്ഞ മൂവി ഇപ്പോഴും ടി വിയിൽ വന്നായിട്ട് ഇരുന്ന് കാണും. അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. ആ ഒരു സിനിമ പോട്ടെ, ബാക്കി എന്തുമാത്രം സിനിമകൾ അദ്ദേഹത്തിനാണോ ഈ പറയുന്ന പേളിമാണി ഇന്ന് ഫെയിൽഡ് ഫിലിം മേക്കർ എന്ന് വന്ന് അഭിസംബോധന ചെയ്തത്? ഈ പറയുന്ന ഈ പേളിക്ക് യാതൊരുവിധ ബോധവും ഇല്ലെന്ന് വിചാരിക്കുന്നത്. എന്ത് സത്യം പറഞ്ഞാൽ ബോധമില്ലായ്മയൊന്നല്ല, ഇത് ഇവരുടെയൊക്കെ ഫേസ് പുറത്തോട്ട് വരികയാണ് ഇപ്പൊ ചെയ്തത്. ഈ പോസ്റ്റ് നിങ്ങളൊന്ന് എടുത്തു നോക്കി, ഇതെന്തൊരു അഹങ്കാരം നിറഞ്ഞൊരു പോസ്റ്റാന്ന് നോക്കിക്കേ. എന്റെ 4 പേജ് എടുത്തു വെച്ചിട്ട് ഇപ്പൊ 10 പേജും കൊണ്ട് വന്നിരിക്കുക എന്ന് പറഞ്ഞിട്ട് നാണമില്ലല്ലോ ഈ പറയുന്ന. അപ്പൊ എന്തായാലും ഫോളോവേഴ്സിന്റെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമായിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ 5.8 മില്യൺ ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു, ഇപ്പൊ 5.6 ആയിട്ടുണ്ട്. അത്രയും ആൾക്കാർ ഈ പറയുന്ന പേളിമാണിനെ ഉപേക്ഷിച്ചു. നമുക്ക് ഒരു റീൽ കണ്ടു നോക്കാട്ടോ. എനിക്ക് ഇതിൽ നിന്നും ഇപ്പൊ മനസ്സിലാവുന്ന എന്താണെന്ന് അറിയാം. ഇപ്പൊ നമ്മുടെ ഇൻഫ്ലുവൻസേഴ്സിന്റെ എനിക്ക് ഇതിൽ നിന്നും ഇപ്പോൾ എന്താ മനസ്സിലാവുന്നതെന്ന് അറിയാമോ? ഇപ്പോൾ നമ്മുടെ ഈ ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ ഭയങ്കര കഷ്ടകാലം. കാരണം എല്ലാവരുടെയും മുഖം മൂടി ഇങ്ങനെ അഴിഞ്ഞു വീണ് നിലത്ത് കിടന്നങ്ങ് ഒരഞ്ഞുകൊണ്ടിരിക്കണം. അതേപോലെ തന്നെയാണ് ഇപ്പൊ ഈ പറയുന്ന പേളിമാണിക്ക് സംഭവിച്ചത് അല്ലെ. ഇനിയിപ്പോ അടുത്ത റീലായിട്ട് വരും, കുഞ്ഞുങ്ങളുടെ ഒരു റീലൊക്കെ ആയിട്ട് വരുമായിരിക്കും. അതിനിടയ്ക്ക് ഞാൻ മറ്റൊരു റീൽ കണ്ടു, ആ റീൽ കൂടി നമുക്കൊന്ന് കണ്ടു നോക്കാട്ടെ. നമ്മളെയും ബ്ലോക്ക് ചെയ്തു ഗൈസ്. വേറെ ഒന്നും നമ്മൾ ചെയ്തില്ല, ഒരു കമന്റ് ഇട്ടു, എന്നിട്ട് കുറച്ചു നേരം കഴിഞ്ഞ് നോക്കിയപ്പോ ഞങ്ങൾ എല്ലാരും ബ്ലോക്ക് ചെയ്തേക്കണം. ഇതിന് മാത്രം തെറ്റ് ഞങ്ങൾ ചെയ്തോ? ഒരു കമന്റ് അല്ലേ? പേളിമാണി ആസ് എ ഫെമിനിസ്റ്റ് എന്താണ് ഇതെന്ന് എനിക്ക് ശരിക്കും ഇപ്പോഴും അറിയില്ല. I don't know if I'm a feminist. I support men and women equally. എനിക്ക് കൊച്ചുങ്ങളെയാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. I focus on children. I want to make the next generation strong. പേളിമാണി എന്ന് പറയുന്ന വ്യക്തിനെയും ഈ പറയുന്ന സിബി മലയൻ എന്ന് പറയുന്ന സാറിനെയും അവർ രണ്ടും കൂടി തട്ടൊന്ന് നോക്കിക്കഴിഞ്ഞാൽ സിബി മലയൻ സാറിന്റെ തട്ടങ്ങ് താണ് തന്നെ ഇരിക്കും. അതാദ്യം പേളിമാണി മനസ്സിലാക്കണം.
കുറെ ഫോളോവേഴ്സ് കൗണ്ട് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങ് ഒത്തിരി വന്ന് നല്ല പിള്ള സമയം നോക്കണ്ട. നിങ്ങളൊക്കെ പറയുന്നത് എന്തും ശരിയാണെന്ന് എല്ലാവരും ചിന്തിക്കില്ല. കാരണം ഇത് മലയാളികളാണ്. തെറ്റേതാ ശരിയേതാ എന്ന് തിരിച്ചറിയാൻ പറ്റാവുന്ന മലയാളികൾ.